നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ ജോബിൻ ബാബു. മക്കളെ, എപിയോടെ എക്സാമിനേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. കൺഫർമേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറ്റും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. APO എന്ന് പറയുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്, ഈ ഒരു എക്സാമിനേഷന്റെ കൺഫർമേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കുക, കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റുള്ളൂ. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം പരീക്ഷ എഴുതാതിരിക്കാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൺഫർമേഷൻ കൊടുത്ത എല്ലാവരും പോയി പരീക്ഷ എഴുതണം. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് റിജക്ഷൻ ഒന്നും ഉണ്ടാവാതെ പരീക്ഷ എഴുതാനായിട്ട് പറ്റും. കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 26/2/2026 കേട്ടോ. അതായത് 26-ാം തീയതി വരെ, ഫെബ്രുവരി മാസം 26-ാം തീയതി വരെയാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുക. 420/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ പ്രകാരമുള്ള അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസസിലേക്കാണ് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുക. നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക. ഓൾറെഡി നിങ്ങൾക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, മെയിലായിട്ടും നോർമൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറുക. പ്രൊഫൈലിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അവിടെ കയറിയാൽ ഇതേപോലെ കൺഫർമേഷൻസ്, ആക്റ്റീവ് കൺഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അവിടെ 420/2025 ഇവിടെ കൺഫേം നൗ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും. അവിടെ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഒന്ന് നിങ്ങളുടെ സ്ഥലമാണ് കേട്ടോ, നിങ്ങളുടെ പ്ലേസ് കൊടുക്കണം. എവിടെയാണ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ഒക്കെ മാറ്റി കൊടുത്തിട്ടുള്ളവർക്ക് ആ ജില്ലയിൽ പരീക്ഷ എഴുതാം. അവിടെ നിങ്ങൾക്ക് താലൂക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ താലൂക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതേപോലെ കൺഫർമേഷൻ റിസീവ്ഡ് ഓൺ, ഇപ്പൊ ഏത് ദിവസമാണോ നിങ്ങൾ കൊടുക്കുന്നത് ആ ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാമിനേഷൻ ഡേറ്റ് 18/4/2026 ആണ്. അതായത് ഏപ്രിൽ മാസം 18-ാം തീയതിയാണ് APOയുടെ പരീക്ഷ വരാൻ പോകുന്നത്. അപ്പം APO പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസം നമ്മുടെ മുൻപിലുണ്ട്? അതായത് ഇന്ന് ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസം 8-ാം തീയതിയാണ് ആയിട്ടുള്ളത്. അപ്പം ഫെബ്രുവരി 8 ഉണ്ട്. അപ്പം മാർച്ച് 8 ആകുമ്പോഴത്തേക്കും അത് ഒരു മാസമായി. മാർച്ച് ഏപ്രിലായി അല്ലെ. ഏപ്രിൽ 8, 18, അതായത് ഒരു 60 ദിവസം കൂടിയാണ് നമ്മുടെ മുൻപിൽ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 60-70 ദിവസങ്ങളാണ് നമ്മുടെ മുൻപിൽ കൃത്യമായി പരീക്ഷയ്ക്കുള്ളത്. അപ്പൊ നമുക്കൊന്ന് അത്യാവശ്യം കാര്യമായി പഠിച്ചു പോകാനുള്ള, പഠിച്ച ഈ എക്സാമിന് വേണ്ടി നന്നായി ഒന്ന് മനസ്സിരുത്താനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. ഇവിടെ നിങ്ങൾക്ക് 3/4/2026 ഈ എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ആ ഇൻഫർമേഷൻ അവിടെ കാണാൻ പറ്റും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട്, ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബാച്ചിന്റെ പ്രത്യേകത, ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവനായിട്ട് കവർ ചെയ്യും. അതായത് 20 മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവുക. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് മുഴുവനായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്യും. അതേപോലെ തന്നെ GK ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾ നമ്മൾ ഇടും. എല്ലാ ടോപ്പിക്കിലൂടെ പഠിച്ചിട്ട് പറയാനുള്ള സമയം നമ്മുടെ മുൻപിലില്ല. ഏതാണ്ട് ഒരു 60 ദിവസമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് അവിടെ ക്രാഷ് ടോപ്പിക്കുകൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. GKയിലെ പ്രയോറിറ്റി ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്ന രീതിയിൽ നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കറണ്ട് അഫയർ ടോപ്പിക്സ് ആണ്. കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള APO കറണ്ട് അഫയർ ടോപ്പിക്സ് നമുക്ക് അവിടെ കാണും. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സിലെയും ഇതേപോലുള്ള പ്രയോറിറ്റി ടോപ്പിക്സുകൾ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചാണ് APOയുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുക. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഇടുകയുള്ളൂ. ഇപ്പൊ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ, വിമൻ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ ഇന്നലെ നടന്ന പരീക്ഷയാണ്. ആ പരീക്ഷയിൽ നമ്മൾ പറഞ്ഞ എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മൾ മാരത്തോണിൽ ഡിസ്കസ് ചെയ്ത, ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്ത ഇഷ്ടം പോലെ ടോപ്പിക്കുകൾ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ തരിക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, മാർക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബാച്ചായിരിക്കും APO ക്രാഷ് ബാച്ച്. ഈ ഒരു ബാച്ചിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ 8281223366 എന്ന നമ്പറിലോട്ട് വിളിക്കുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഈ 2 മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് ഈ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ട് പറ്റും, ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉടനെ തന്നെ 8281223366 നമ്പറിലോട്ട് വിളിച്ചോളാം. നിങ്ങളുടെ സീറ്റ് നിങ്ങളൊന്ന് ഉറപ്പിച്ചു വെച്ചോ. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യം മറക്കണ്ട. ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. കാരണം ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം. താങ്ക് യു.